ഹേയ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ്? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗൈസ് ഞങ്ങളുള്ളത് എവിടെയാണെന്നറിയോ? ബാക്കിലും ബീച്ചിലാണ് ഗൈസ്. അപ്പോൾ ഫെസ്റ്റിവലാണ് കേട്ടോ ബാക്കിലും ബീച്ചിൽ നടക്കുന്നത്. അപ്പോൾ 20-ാം താരീഖിനാണ് തുടങ്ങിയത്, 31-ാം താരീഖ് വരെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് വന്ന് ഗൈസ്. ഡാൻഷു ഹായ് ആക്കി. ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹേയ് ഹലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ. എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാ, എവിടേക്കാ, എന്തിലാ നോക്കി. അതേ ഗൈസ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട്, കാരണം നിങ്ങൾ റിക്ഷ പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ ഫസ്റ്റ് ഡേ പോകണം എന്നാണ് വിചാരിച്ചത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട്, കാരണം ഞങ്ങൾക്ക് കുറേ ചിന്തിക്കണ്ട. മുമ്പാണെങ്കിൽ എങ്ങനെയാണ് പോവാന്ന് പറയുമ്പോൾ ബാഗ് എടുക്കാൻ ഇറങ്ങാം. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇറങ്ങാൻ നോക്കുമ്പോൾ കുഞ്ഞെ നോക്കണോ, കുഞ്ഞ് കംഫർട്ടബിൾ നോക്കണോ, കുഞ്ഞ് ഓക്കെയാണോ, അങ്ങനെ പലതും നോക്കേണ്ടതാണ് അല്ലേ ഗൈസ്. അപ്പോൾ എല്ലാ ഉമ്മമാരുടെ അവസ്ഥ ഇതൊക്കെയാണല്ലേ. അങ്ങനെ എത്തി ടിക്കറ്റ് കൗണ്ടർ അവിടെ കാണുന്നുണ്ട്. പോയി ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. കുറേ പേര് നിന്നിട്ടൊക്കെ കാണുന്നതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിരിക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഉമ്മക്ക് എവിടെ ഉണ്ട് നോക്കിയാൽ ടെൻഷിപ്പിട്ടാണ് നോക്കിയാൽ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുകയാണ്. അപ്പം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ഓട്ടോറിക്ഷനോ ഞങ്ങൾ വിട്ടു. ഞങ്ങൾ കുറച്ച് ലേറ്റാവുമെന്ന് അറിയില്ലല്ലോ, കുറേ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് ഞാൻ കുറേ വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറാൻ കേട്ടോ. ഒരാൾക്ക് വരുന്നത് 100 രൂപയാണ് ഗൈസ്. അപ്പം നല്ല അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കെല്ലാം പൈൻറ്റ് കൊടുത്തിട്ട് എങ്ങനെ ആക്കിനെന്ന് നല്ല പങ്കിട്ടല്ലേ കാണാൻ ഗൈസ്. ലോക്കലാക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് ഗൈസ് എൻട്രൻസ്. നോക്കിയാൽ ബെക്കലം ബീച്ച് അല്ല, നോക്കിയാൽ തിരിച്ചിട്ടുള്ളത് ഞങ്ങൾ സെൽഫി ക്യാമറയിൽ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പങ്കല. ബേക്കലം ബീച്ച് നല്ല പങ്കല കാണുന്നുണ്ടാവുക. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പോവാം. കമോൺ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. ഇവിടെ നോക്കി എന്ത് പങ്ങുന്ന ചുമരിലുള്ള ഞങ്ങൾക്ക് ആദ്യം ഇപ്പോഴത്തെ ഷോപ്പെല്ലാം ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്തൊന്നും എൻ്റെ കണ്ണു പോകുന്നില്ല കേട്ടോ. ചുമരിലിങ്ങനെ പൈൻറ്റൊക്കെ അടിച്ചിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തുള്ളിയാവുക. നല്ല പങ്കുണ്ടല്ലേ കാണാൻ, ഫോട്ടോസ് എല്ലാം എടുക്കാൻ നല്ല അടിപൊളിയാവുക. ഇതന്നെ നമ്മളെ ഇൻസ്റ്റയിലെല്ലാം നടന്നിട്ട് പോകുമ്പോൾ നല്ല പ്ലേസെല്ലാം കണ്ടില്ല. ഇതന്നെ കുറേ ഫോട്ടോസൊക്കെ വെച്ച് നല്ല പങ്കാണ് ഫോട്ടോസെല്ലാം എടുക്കാൻ. നമ്മൾ അൻഷു ഉമ്മ എടുത്ത് നിന്നിട്ടുണ്ടാവുക. ഉമ്മ അറിഞ്ഞിട്ടാണ് കുഞ്ഞിനെ എടുക്കാനായിട്ട്. അപ്പോൾ ഉമ്മൻ്റെ ഒക്കെ ഉണ്ട്. അൻഷു ഹായ് അൻഷു. അവന് മൈൻഡൊന്നും ആക്കുന്നില്ല. ഉമ്മ അവനക്ക് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ എന്തിലെങ്കിൽ ചെറുപ്പത്തിൽ വന്നില്ല, എന്തില്ല 4-ാം മാസത്തിലെന്തോ അവനെ കൊണ്ടുവന്ന്. എൻ്റെ ശേഷം ഞാൻ ബേക്കലും ബീച്ചിൽ വരുന്നത് ഇപ്പോവോ. പിന്നെതാ ഓന് കുറച്ച് വലുതായതുകൊണ്ട് ആയി. അടുത്ത മാസം അവൻ്റെ ബർത്ത്ഡേ അല്ലേ, 1 വയസ്സാവാനായി. ഇതാ കുഞ്ഞിലാടാണ് കേട്ടോ തൊട്ടില്ലേ. അപ്പോൾ ഓന് ഒരിക്കൽ ഞാൻ തൊട്ടിലിരുത്തി, പിന്നെ ഓന് തൊട്ടിൽ നിന്ന് കീന്നേയില്ല. എത്ര ഭാഗം ചെല്ലിയാൽ ഓന് വരുന്നില്ല. ഓന് തൊട്ടിലാടുന്നത് തന്നെ വലിയിട്ട്. പിന്നെ ഐസ്ക്രീം ഞങ്ങൾ തിന്നാലിട്ട് പോയി. എന്തല്ല കുറേ ഐസ്ക്രീം പിന്നെ ഒരു വികാരമല്ലേ, നമുക്ക് ഐസ്ക്രീം വിട്ടിട്ട് കളിയില്ല. അപ്പോൾ എന്നെ പോലെ തന്നെ എൻ്റെ മോനോ ഐസ്ക്രീം അല്ലേങ്കായി. അങ്ങനെ ഉമ്മ ഐസ്ക്രീം മേങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവാ, ഞാൻ ഇരുന്നിട്ടുണ്ട് ഇവിടെ. ഉമ്മ ഐസ്ക്രീം മേങ്ങാൻ പോയിന്. ഉമ്മ ഐസ്ക്രീം മേങ്ങിക്കൊണ്ട് വന്ന അനുഷുക്ക്. ഓനക്ക് ഐസ്ക്രീം ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ ഒരു മാറ്റമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കോക്ടെയിൽ കുടിക്കാമെന്ന് വിചാരിച്ച്. റിയാസ് നേരായിട്ട് വന്ന് ഞങ്ങൾ ചറുമുറി തിന്നായിട്ട്. പിന്നെ ചറുമുറി 5 മണിക്ക് ഓപ്പൺ ആകുന്നില്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ വന്നത് ഉച്ചക്കല്ലേ, 5 മണി ശേഷം ഉണ്ട് ഉറക്കുക ചറുമുറിയൊക്കെ. അപ്പം ഞങ്ങൾ കോക്ടെയിൽ കുടിച്ചിട്ട് സമാക്കി. കോക്ടെയിൽ അവിടെ ഒരു കോക്ടെയിൽ വരുന്നത് 80 രൂപ. പക്ഷേ മോശമില്ല കോക്ടെയിൽ എന്ന് പറയാം. ഓക്കെ കോക്ടെയിൽ, എന്നാലും നമ്മ കണ്ണൂർ കോക്ടെയിലിൻ്റെ ആ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. മോശമില്ല, ആവറേജ്. കുടിച്ചെന്ന് വെച്ചാൽ കുടിച്ച് കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ട്, അല്ലാത്ത അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് അത്ര പങ്കൊന്നായിട്ടാ. മോശമില്ല. എൻ്റെ ശേഷം കുറച്ച് അടുത്ത ഫുഡെല്ലാം പിന്നെ ബാജി തിന്നുന്ന എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ട്. ഇവിടുത്തെ ഫുഡ് സ്റ്റോളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് തുള്ളിയാവാ. ഈ മരം കയറ്റിക്ക് തുള്ളുന്നില്ല, അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് തുള്ളി. അവിടെ കുറേ ഫുഡ് സ്റ്റോളുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് സൈഡിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ നേരായിട്ട് ഇങ്ങോട്ടെല്ലാം വരുമ്പോൾ എന്താ പറയുന്നത്, രാത്രി തന്നെ വരണം. കാലത്തെല്ലാം വരുന്നത് എന്ത് ഭംഗിയില്ല, എന്ത് വീടെന്തോ ഓപ്പൺ ആയിട്ടുണ്ടാകുന്നില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു. കുഞ്ഞിലുണ്ടാകുമ്പോൾ രാത്രി കുറേ ആൾക്കാരുണ്ടാകുന്നല്ലേ. അപ്പം ഞങ്ങൾക്ക് കുറേ നേരം നിൽക്കാനൊന്നും കയറില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു. പിന്നെ ഉച്ചയ്ക്ക് എന്തും ഇല്ലല്ലോ, ലൈറ്റൊന്നും കാണുന്നില്ല. നല്ല വെയിൽ കുറേ കൊള്ളാം, അത്ര തന്നെ. അല്ല വേറെ എന്ത് കാണുന്നില്ല. രാത്രിയെല്ലാം അതിന് കുറേ ലൈറ്റെല്ലാം ഇടുന്ന എന്ത് പങ്കുണ്ടാവും അറിഞ്ഞു നോക്കാൻ.
ഇവിടുന്ന് ഞങ്ങൾ ഒരു മുട്ട ബജി പിന്നെ ഇവിടുന്ന് കുറേ ബേക്കാ ലൈസെല്ലാം തൂക്കിയിട്ടാണ് വന്നു. ഞങ്ങൾ സീത അങ്ങോട്ട് പോയാൽ പിന്നെ നോക്കുമ്പോഴല്ല ചക്കിളിയെല്ലാം വെച്ചിട്ട് നമ്മളെ ക്ലാസ്സിൽ ചക്കിളിയെല്ലാം വെച്ചിട്ട് വന്നു. എന്തെന്ന് അറിയില്ല, നോക്കുമ്പോൾ എന്ത് മസാല ചക്കിളിയെല്ലാം ഉണ്ട് അത്ര. നമ്മളെ ലൈസിന് കുറേ മസാല ഇട്ട് തരുന്ന അങ്ങനെയെല്ലാം ഉണ്ടാവില്ല. ഞാൻ അത് ഞാൻ ട്രൈ ചെയ്തിട്ടാ മസാല ചക്കിളി ഞങ്ങൾ ട്രൈ ചെയ്തോ. ഞങ്ങൾ പറഞ്ഞ് ഒരു മസാല ചക്കിളി തരും. ഒരു മസാല ചക്കിളിനായ ഇനി വരുന്നത് ക്ലാസ്സിന് വരുന്നത് 40 റുപ്യ ആവാം. ഇനി 19 ചക്കിളി എന്തോ ഉണ്ടാന്ന് തോന്നുന്നു. ഞാൻ തിന്നിനാഞ്ഞേ, പക്ഷേ ഇവിടുത്തെ കുറച്ച് കാരമധുരമായിട്ട് ഇതിൻ്റെ മസാല വരുന്നത് എന്തല്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. മോശമില്ല, ഇഷ്ടപ്പെടുന്ന ആൾ. പിന്നെ ഉപ്പിലിട്ടത്, ഉപ്പിലിട്ട പിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ പേരക്ക, മുണ്ടച്ചക്ക അതെല്ലാം മേങ്ങിയാവോ ഞങ്ങൾക്ക്. പിന്നെ ഉപ്പിലിട്ട പിന്നെ കളിയിൽ വേറെ എന്തില്ല, ഉപ്പിലിട്ടത് കണ്ടെങ്കിൽ എങ്ങനെ വേണം. ഞങ്ങൾക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാവുക. അങ്ങനെ ഉപ്പിലിട്ടത് മേങ്ങുന്നതിൻ്റെ ഇക്കത്ത് തീർന്നുണ്ട് മാങ്ങ താങ്ങല്ലോ. അപ്പം ഞാൻ ഇരുന്നിട്ട് ഷോ കാട്ടുന്നുണ്ട്, പട്ടി ഷോ വീഡിയോ എടുക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ്. നോക്കിയാൽ ഇത്രങ്ങ സാധനമെല്ലാം മേങ്ങിയതിന് ഇത് തിന്നണോ, ഇതന്നെ പണി. നമ്മൾ തിന്നാൻ വന്നതല്ലേ, തിന്നിട്ട് കാണാൻ എന്തെങ്കിലും കാണണമെങ്കിൽ 6-7 മണിയാണോ. അപ്പം നമുക്ക് തിന്നിട്ട് പോവാം. അങ്ങനെ മുണ്ടച്ചക്കൻ ഇരുന്ന് തിന്നുന്നുണ്ടാവും. ഉമ്മ പേരൊക്കെ എടുത്ത് ഇതാ മുണ്ടച്ചക്കനെടുത്ത് ഓന് മാങ്ങ തിന്നാവോ മോനെ എടുത്ത മോനെ. അപ്പം അൻഷുക്ക് തിന്നുന്നില്ല, ഞങ്ങൾ കാണിച്ച് നോക്കി. അപ്പം ഇത്തത്തെ വന്നിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഓൻ തിന്നൊന്നുമില്ല. ഓനക്ക് ഇങ്ങനത്തെ ഒന്നും തിന്നാൻ ഇഷ്ടമല്ല. ഫ്രൂട്ട്സിൻ്റെ ഓരോരുത്തർ പിള്ളേർ ഫ്രൂട്ട്സ് തിന്നുന്നു ഭയങ്കര രസമാണ് തിന്നുമെന്ന് വെച്ച്. എൻ്റെ പിള്ളേർ എൻ്റെ കിടാവൊന്നും തിന്നുന്നില്ല. അതിൻ്റെ ശേഷം ഞങ്ങളുടെ എല്ലാം കറങ്ങിയിട്ട് ഞങ്ങൾ പോയി കഴിച്ച്. ഇത്രയേ ഉള്ളൂ. എത്ര വലിയ ഭാഗമായി.